الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചും നരകത്തെ ഭയപ്പെട്ടും ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്നവരാവണം എന്ന കൽപ്പനയോടുകൂടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആകത്തുക അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. എന്താണോ അല്ലാഹു തആല ചെയ്യണമെന്നു കൽപ്പിച്ചത് അത് ചെയ്യുകയും എന്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണോ റബ്ബ് ആവശ്യപ്പെട്ടത് അതിൽ നിന്ന് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി വിട്ടുനിൽക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെ ജീവിക്കാൻ എന്താണ് മനുഷ്യന് തടസ്സം? മനുഷ്യനോട് അല്ലാഹു തആല ചെയ്യണമെന്നു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ലളിതമാണ്, സൗകര്യപ്രദമായതാണ്. അത് മനുഷ്യന്റെ കഴിവിനും അവസ്ഥക്കും യോജിച്ചതാണ്. അതോടൊപ്പം ആ കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകുന്നത് കൂടിയാണ്. എന്തൊക്കെ കാര്യങ്ങളാണോ അല്ലാഹു തആല അരുതെന്ന് പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ വ്യക്തി എന്നുള്ള നിലക്കും കുടുംബം എന്നുള്ള നിലക്കും സമൂഹം എന്ന നിലക്കും മനുഷ്യന് ദോഷകരമായ അപകടകരമായ തിന്മകൾ നിറഞ്ഞ പ്രവർത്തനങ്ങളാണ്. ഇത് വളരെ കൃത്യമാണ്. അല്ലാഹു നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും വിരോധിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇത് രണ്ടും നമുക്ക് നന്നായി വ്യക്തമാവും.
അവിടെ നമ്മുടെ മുമ്പിലുണ്ടാകുന്ന ഒരു ചോദ്യം, പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ കൽപ്പനകൾ പാലിച്ചു ജീവിക്കാതെ പലപ്പോഴും ഇതിന് എതിരായി ജീവിക്കുന്നത്? ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രധാനമാണ്, പ്രസക്തമാണ്. അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ എന്ത് തടസ്സമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്? 5 നേരം നിസ്കരിക്കണം. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഈ 5 നേരം നിസ്കരിക്കാൻ വെറും 25 മിനിറ്റ് മതിയാകും. അതുതന്നെ അവന്റെ ജോലി, യാത്രകൾ, ആരോഗ്യസ്ഥിതി, മറ്റു തിരക്കുകൾ, അതിനെയൊക്കെ അനുസരിച്ച് അതിന്റെ സമയക്രമത്തിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താം. ദുഹ്റും അസറും ഒരുമിച്ച് നിസ്കരിക്കാം, മഗ്‌രിബും ഇശായും ഒരുമിച്ച് നിസ്കരിക്കാം. ഇനിയിപ്പോ 4 റക്അത്ത് നിസ്കരിക്കാൻ 5 മിനിറ്റ് വേണം. 5 മിനിറ്റ് സമയമല്ല, 2 മിനിറ്റേ ഉള്ളൂ എങ്കിൽ ആ 4 മിനിറ്റ് 2 റക്അത്തായി നിസ്കരിക്കാം. പകുതി നിസ്കരിച്ചാൽ മതി അല്ലേ? ഒന്നുമൊക്കെ എടുക്കണം. അതിന് ഒന്നു എടുക്കാനും വെള്ളമൊന്നും കിട്ടാല്ല, വേണ്ട, തൈമം ചെയ്തോ. വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ ഒരു ജലദോഷം ഉണ്ട്, പനിയുണ്ട്, വെള്ളം കൊണ്ട് മുഖം കഴുകാൻ ഇത്തിരി പേടിയാണ്, വേണ്ട, തൈമം ചെയ്തോളൂ അല്ലേ? എല്ലായിടത്തും അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അത്രയും ലളിതമാണ്, മനുഷ്യന് സാധ്യമായതാണ്. മാത്രല്ല അത് മനുഷ്യന് ഗുണകരവും കൂടിയാണ്. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളൊക്കെ കള്ളു കുടിക്കരുത്. എന്ത് നന്മയാണ് ആ സാധനത്തിലുള്ളത്? നമ്മുടെ പണം പോകുന്നുണ്ട്, നമ്മുടെ മാനം പോകുന്നുണ്ട്, നമ്മുടെ അഭിമാനം പോകുന്നുണ്ട്, നമ്മുടെ കുടുംബജീവിതം പോകുന്നുണ്ട്, നമ്മുടെ മക്കൾ വഴിയാധാരമാകുന്നുണ്ട്, നമ്മുടെ കുടുംബം വഴിയാധാരാകുന്നുണ്ട്, മാരകമായ രോഗങ്ങൾ കയറി വരുന്നുണ്ട്, നാട്ടിൽ വലിയ മാനക്കേടാകുന്നുണ്ട്. ഒക്കെ എന്ത് നന്മ അതിലുള്ളത്? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ എന്ന വ്യക്തിയോട് കൽപ്പിച്ച കൽപ്പനകൾ അത്രയും മനുഷ്യന്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യന് ആ നിയമങ്ങൾ പാലിക്കാൻ കഴിയാതെ പോകുന്നത്? അവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ലോകത്ത് മനുഷ്യന് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മനുഷ്യന്റെ ഇഷ്ടങ്ങളാണത്, അവന്റെ താല്പര്യങ്ങളാണത്. ഈ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ചിലപ്പോ അവന് ദോഷകരമാകുന്ന കാര്യങ്ങളേക്കാരം. അവന് ആ കാര്യം ഇഷ്ടമാണ്, പക്ഷെ അത് അവന് ദോഷമായ കാര്യം. സിഗരറ്റ് വലിക്കുക ചില ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണത്, പക്ഷെ ഒരു നന്മയില്ലല്ലോ. അത് ദോഷമല്ലാതെ മനുഷ്യന് എന്താ ഉണ്ടാവുക? അവസാനം ഒരിക്കൽ കാർക്കിച്ചു തുപ്പുമ്പോൾ ആ തുപ്പലിൽ ഇത്തിരി ചോരയുടെ അംശം കാണുമ്പോൾ അത് പരിശോധിച്ചിട്ട് അതൊരു ശ്വാസകോശ ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ തളർന്നു പോകുന്ന വീട്ടുകാർ, പതറിപ്പോകുന്ന മക്കള്, വീണു പോകുന്ന കുടുംബം അല്ലേ? എന്ത് നന്മ പേരുണ്ട്? ഒന്നുമില്ലല്ലോ. പക്ഷേ ചില ഇഷ്ടങ്ങൾ, ചില താല്പര്യങ്ങൾ, ഈ ലോകത്തിലെ ചില വസ്തുക്കളോട് മനുഷ്യന്റെ മനസ്സിൽ ചില താല്പര്യങ്ങൾ ഉണ്ടാക്കി പടച്ചോൻ. പണം, സ്ത്രീകൾ, വാഹനങ്ങൾ, വീട്, കൃഷിയിടം, അങ്ങനെ ഭൗതികമായ ചില വസ്തുക്കളോടുള്ള ചില താല്പര്യം. ഇത് അല്ലാഹു മനുഷ്യനെ പരീക്ഷിക്കുവാൻ വേണ്ടി നിശ്ചയിച്ച ഒരു ഏർപ്പാടാണ്. അല്ലാഹു മനുഷ്യനെ ഈ ലോകത്ത് അല്ലാഹുവിനെ ആരാധിച്ച് ജീവിക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചപ്പോൾ തന്നെ ആ മനുഷ്യൻ അല്ലാഹുവിനെ ആരാധിച്ചു ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ശക്തമായ ഒരു പരീക്ഷണം അല്ലാഹു അവന്റെ കൂടെ നിശ്ചയിച്ചിട്ടുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു ഖലഖൽ മൗത വൽ ഹയാത. ഇപ്പൊ എനിക്ക് 51 വയസ്സായി. ഈ 51 വയസ്സിന് മുമ്പ് ഞാൻ ആരായിരുന്നു? ഞാൻ ഇല്ലായിരുന്നു. ആ അവസ്ഥക്കാണ് മൗത്ത് പറയുന്നത്. പിന്നെ ഒരു ഹയാത്ത്, ഞാൻ ജീവിച്ചല്ലോ, എൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഞാൻ ജീവിച്ചു. ഇനി എനിക്കൊരു അവസാനമില്ല. ഇനി ഞാൻ അങ്ങനെ പോകും. ഞാൻ ഈ ലോകത്ത് മനുഷ്യനായിട്ട് ജീവിക്കും, പിന്നെ മരിക്കും, ഞാൻ ബർസഖിലെത്തും, പിന്നെ പരലോകത്തെത്തും, പിന്നെ സ്വർഗത്തിലോ നരകത്തിലോ എത്തും. സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഞാൻ ഉണ്ടാവും. ഞാൻ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ്. ഈ ലോകം തുടങ്ങിയിട്ട് എത്ര കാലമായി? അന്നൊന്നും നമ്മളില്ലല്ലോ. എത്ര തലമുറ വന്നുപോയി? അന്നൊന്നും നമ്മളില്ലല്ലോ. അത് അല്ലാഹു തആല അവിടെ ആ പ്രയോഗം പ്രയോഗിച്ചതിന്റെ രൂപം നോക്കിയ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ആദ്യം മൗത്ത പറഞ്ഞേ. അല്ലാഹു മൗത്തിനെ സൃഷ്ടിച്ചു, വൽ ഹയാത, പിന്നെ ഹയാത്തിനെയും സൃഷ്ടിച്ചു. മൗത്ത്, നമ്മുടെ മൗത്ത് കഴിഞ്ഞു പോയി. അതായത് ഉദ്ദേശിക്കപ്പെട്ടത് നമ്മൾ ഇല്ലാത്ത ഒരു കാലം, അത് കഴിഞ്ഞു.
ഇനി നമ്മൾ ഉണ്ടായി. ഇനിയൊരു മൗത്ത് നമുക്ക് വരാണ്ട്. അത് നമ്മളെ ഇല്ലാതാക്കുന്ന മൗത്തല്ല, അത് ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള ഒരു മാറ്റത്തിന്റെ കാരണം മാത്രമാണ്. ഗർഭത്തിലുള്ള കുട്ടി ഈ ഭൂമിയിലെത്താൻ പ്രസവം എന്ന പ്രക്രിയ ഉണ്ടായതുപോലെ ഈ ഭൂമിയുടെ മുകളിലുള്ള നമ്മൾ ഭൂമിയുടെ ഉള്ളിലേക്ക് എത്താനുള്ള കേവലം ഒരു പ്രക്രിയ, അതാണ് മൗത്ത്. ആ മൗത്ത്, അതിനുശേഷം ഒരു ജീവിതം, ബർസഖിയായ ജീവിതം, പിന്നെ പരലോകത്ത്, അതങ്ങനെ നീണ്ടുപോകുക. അതിന് അവസാനമില്ല. അത് സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ, നരകത്തിലാണെങ്കിൽ നരകത്തിൽ. നരകത്തിൽ കിടക്കുന്ന ആളുകൾ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് പറയുന്ന ഒരു അഭ്യർത്ഥനയുണ്ട് ഖുർആനിൽ. ആ മലക്കിനെ കണ്ടിട്ട് നരകാവകാശികൾ പറയും, നീ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ പോയിട്ട് ഒരു കാര്യം പറയണം. എന്താ പറയേണ്ടത്? ഞങ്ങൾക്കിനി ജീവിക്കണ്ട, ഞങ്ങൾക്കിനി ജീവിക്കണ്ട, ഞങ്ങളെ ഒന്ന് മരിപ്പിച്ചു തരാൻ നീ പറയണം. അപ്പോ നരകത്തിന്റെ കാവൽക്കാരൻ ആ മനുഷ്യർക്ക് കൊടുക്കുന്ന പരിഹാസത്തിന്റെ ഒരു മറുപടി ഉണ്ട്. എന്ത് മരണം? മരണമെന്ന ഒരു ഏർപ്പാട് ഇനി ഇല്ല. ഇനി നിങ്ങൾ അങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു തആല ഖുർആനിൽ അത്തരം ആളുകളെ പറ്റി പറയുമ്പോഴൊക്കെ, നരകാവകാശികളെ പറ്റി പറയുമ്പോഴൊക്കെ പ്രയോഗിച്ചൊരു പദമുണ്ട്, ഖാലിദീന ഫീഹാ. ഖാലിദീന, എന്താ ഖാലിദ്? ഖുൽദ് എന്ന് പറഞ്ഞാല് മരണമില്ലായ്മ, ശാശ്വതമായിട്ടുണ്ടാവുക. അപ്പൊ ഖാലിദീന ഫീഹ, അവർ അതിൽ ശാശ്വതരായിരിക്കും എന്ന് പറഞ്ഞാൽ അവരില്ലാത്ത ഒരവസ്ഥ ഇനി ഇല്ല, അവരവിടെ ഉണ്ടാവും. അപ്പോ ഈ ലോകത്ത് ഈ ജീവിതം അള്ളാഹു നമുക്ക് തന്നത് ലിയബ്ലുവക്കും, നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഒരു ചോദ്യത്തിന് കേരളത്തിന്റെ തലസ്ഥാനം എഴുതുക എന്ന് ഒരു PSC പരീക്ഷയിൽ ഒരു ചോദ്യം തന്നാല് അതിന് 4 ഉത്തരങ്ങൾ ഉണ്ടാവൂലേ? തൃശ്ശൂര്, എറണാകുളം, തിരുവനന്തപുരം, മലപ്പുറം. ഒരു ഉത്തരം ശരി, ബാക്കി 3 തെറ്റാ. പരീക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ അവിടെ ശരി ഉണ്ടാകും, അവിടെ തെറ്റുണ്ടാകും. ഏതാണ് ശരി എന്ന് കൃത്യമായി പഠിപ്പിക്കും, തെറ്റുകൾ ഏതാണെന്ന് അത് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ടാണ് ചോദ്യം. ആ ചോദ്യത്തിന് ശരി ഉത്തരം എഴുതുന്നവൻ ജയിക്കും, അല്ലാത്തവൻ തോൽക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരിത്തിരി ശരിയുണ്ടോ അതിന്റെ ഫലം അവിടെ ഉണ്ടാവും, അത്രയും തെറ്റുണ്ടോ അതിന്റെ ഫലം അവിടെ ഉണ്ടാവും. കൃത്യമായ പരീക്ഷ, കണ്ണുപൂട്ടാത്ത പരീക്ഷ, ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാത്ത, നിരന്തരം മൂല്യനിർണയം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോരുത്തരും ഒരു സെക്കൻഡ്, പ്രായപൂർത്തിയായത് മുതൽ ഒരു സെക്കൻഡ് പോലും ഈ മൂല്യനിർണയത്തിൽ നിന്ന് മാറി നിൽക്കാതെ മുഴുവൻ സമയത്തും കൃത്യമായ നിരീക്ഷണത്തിലാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ഈ ദുന്യാവിലുള്ള ചില വസ്തുക്കളോടുള്ള ആർത്തി, ഇഷ്ടം, താല്പര്യം, അത് അള്ളാഹുവിന്റെ കൽപ്പന ലംഘിക്കുവാൻ പലപ്പോഴും കാരണമാകും. അതുകൊണ്ട് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചു, വേദഗ്രന്ഥങ്ങൾ അയച്ചു. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പ്രാമുഖ്യം കൊടുക്കണമെന്ന് മനുഷ്യനെ പലവട്ടം പഠിപ്പിച്ചു. ആ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളുടെ ആകത്തുകയാണ് ഈമാൻ. അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തുള്ള വിശ്വാസം, വിചാരണയിലെ വിശ്വാസം, നരക സ്വർഗങ്ങളിലെ വിശ്വാസം, പുനർജന്മത്തിലെ വിശ്വാസം. അത്തരം വിശ്വാസങ്ങളൊക്കെ കൂടിച്ചേർന്ന് അത് മനുഷ്യന്റെ മനസ്സിൽ ഒരു ഉറപ്പുണ്ടാക്കുന്നുണ്ട്. ആ ഉറപ്പിന്റെ പ്രതിഫലനമാണ് അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ അമലുകൾ, അവന്റെ ഇബാദത്തുകൾ. ഈ വിശ്വാസം കൂടുമ്പോൾ മനുഷ്യന്റെ മനസ്സും അവന്റെ അമലുകളും അവന്റെ പ്രവർത്തനങ്ങളും അള്ളാഹു കൽപ്പിച്ച ദിശയിലാകും. ഈ വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ അവൻ ഈ ശരിയായ ദിശയിൽ നിന്ന് വഴിമാറി ഭൗതികമായ സുഖ ആഡംബര ആസക്തികൾക്ക് പിന്നാലെ അവൻ സഞ്ചരിക്കും. ആ വഴിയിൽ മനുഷ്യനെ പ്രചോദിപ്പിക്കാൻ പിശാചു കൂടി ഉണ്ടാവും. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിലെ ജീവിതം നിന്നെ ചതിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗുറൂർ, ആ മഹാവഞ്ചകനായ പിശാചും നിന്നെ ചതിക്കാതിരിക്കട്ടെ. 2 ചതിയന്മാരായി ലോകത്തുള്ളത്. ഒന്ന് ദുന്യാവ്, ഇവിടുത്തെ പണം, ഇവിടുത്തെ ചൊറുക്ക്, ഇവിടുത്തെ അനുഭൂതി, ഇവിടുത്തെ ആസ്വാദനം. ഇതൊക്കെ ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ മാത്രം, ചതിക്കാൻ മാത്രം കരുത്തുള്ളവയാണ്.
അതോടൊപ്പം തന്നെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പോലെ ഈ ആസക്തിയും ഈ ആനന്ദവും ഈ അനുഭൂതിയും മനുഷ്യന്റെ മനസ്സിൽ വേണ്ടാത്ത തോന്നലുകൾ ഉണ്ടാക്കി ആ അനുഭൂതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ പിശാചു. ഇത് രണ്ടും ആകുമ്പോൾ വിശ്വാസം കുറഞ്ഞ മനുഷ്യന്റെ വഴി തെറ്റിപ്പോകും. അതുകൊണ്ട് കാരുണ്യവാനായ പടച്ചറപ്പ് മനുഷ്യന്റെ വിശ്വാസത്തിന്റെ ശക്തി ഇടക്കിടക്ക് പുതുക്കിയെടുക്കാൻ, ആ വിശ്വാസത്തിന്റെ കരുത്ത് ഇടക്കിടക്ക് കൂട്ടിയെടുക്കാൻ അവന്റെ അടിമകളോട് അള്ളാഹു കാണിച്ച ഒരുപാട് ഔദാര്യങ്ങളുണ്ട്. ആ ഔദാര്യങ്ങളിൽ ഒന്നാണ് 12 മാസങ്ങളുള്ള ഒരു വർഷത്തിലെ ഒരു മാസം അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരോട് വല്ലാത്ത കരുണ കാണിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിനെ ഒരു പ്രത്യേകമായ വഴിയിലൂടെ തിരിച്ചുവിട്ടു. യാ അയ്യുഹല്ലദീന ആമനു, ഈമാൻ ഉള്ള മനുഷ്യന്മാരെ, ഈമാൻ ഉള്ളവർക്ക് മാത്രമേ കേട്ടോ ഇതിന്റെ ഗുണം കിട്ടുള്ളൂ, അല്ലാത്തവർക്ക് ഈ ഗുണം കിട്ടൂല. മുസ്ലിങ്ങൾക്ക് നോമ്പുകാലം വരുന്നുണ്ട്, അതുകൊണ്ട് പല ആളുകളും നോമ്പ് നോൽക്കാറുണ്ട്. ആ നോമ്പുകാർക്കൊന്നും ഈ നോമ്പിന്റെ ഗുണം കിട്ടൂല. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, ഈമാനുള്ള മനുഷ്യന്മാരെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പിനെ, വ്രതം, സിയാം, അതിനെ നാം നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾക്കും അങ്ങനെ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നോമ്പ് എന്നത് ഒരു പ്രയാസമായോ ഒരു ഭാരമായിട്ടോ അല്ല ഒരു സത്യവിശ്വാസി അനുഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസം ആഗതമാകുമ്പോ തന്റെ അനുയായികളോട് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അസ്ഹാബഹു. ആ പദം അടിവരടണം കേട്ടോ. യുബശ്ശിറു, ബശ്ശറ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുക എന്നാ. സന്തോഷകരമായ ഒരു കാര്യം, ആഹ്ലാദകരമായ ഒരു കാര്യം, ആനന്ദകരമായ ഒരു കാര്യം അറിയിക്കുക, അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബശ്ശിറു അസ്ഹാബഹു, തന്റെ അനുയായികളെ പ്രവാചകൻ സന്തോഷ വാർത്ത അറിയിക്കും. നല്ല സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, ആനന്ദത്തോടെ പ്രവാചകൻ അവരെ അറിയിക്കും. എന്താ അറിയിക്കുന്നത്? ഖദ് ജാഅകും ശഹ്റു റമളാൻ, ഖദ് ജാഅകും ശഹ്റു റമളാൻ, ദാ നിങ്ങൾക്കിതാ, ഖദ് ജാഅകും, ആ പ്രയോഗം തന്നെ വളരെ ഹൃദയസ്പർശിയാണ്. ഖദ് ജാഅകും, നിങ്ങളിലേക്ക്, നിങ്ങൾക്ക് ഇതാ വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക്, നമുക്ക് വേറെ ആർക്കും വേണ്ടിയല്ല, നമുക്ക്, നമ്മളിലേക്ക്, നമുക്ക് വേണ്ടി ഇതാ ഈ റമളാൻ മാസം വന്നിരിക്കുന്നു. എങ്ങനത്തെ റമളാൻ മാസം? ഷഹ്റുൻ മുബാറകുൻ, ഷഹ്റുൻ മുബാറകുൻ, അനുഗ്രഹീതമായ, ബർക്കത്തുള്ള. സാധാരണ ഒരു മാസമല്ല, മറ്റു 11 മാസങ്ങളെ പോലെയല്ല. ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് ബർക്കത്ത് ഉണ്ടാവണം. സമ്പാദ്യം ചെറുതാണെങ്കിലും ബർക്കത്തുണ്ടാവാൻ. ഭക്ഷണങ്ങളും മറ്റുമൊക്കെ അവരത് വിളിച്ചേ, ഭക്ഷണങ്ങളും മറ്റൊക്കെ കുറവാണെങ്കിലും ആ കുറവുള്ള ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവണം. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രയാസമുള്ള ജീവിതത്തിലും ബർക്കത്തുണ്ടാവണം. ആരാ ബർക്കത്ത് ഉണ്ടാവാൻ ആഗ്രഹിക്കാത്തത്? പരസ്പരം കാണുമ്പോഴൊക്കെ, ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പരസ്പരം വസിയത്ത് ചെയ്യാറില്ലേ? നിങ്ങൾ ഒരു ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ബർക്കത്ത് എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു സംഗതിയാണ്, അത് വേറെ ഒന്നും കിട്ടൂല. ചില ആളുകളൊക്കെ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്യിക്കുമ്പോൾ ഇന്ന ആളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ന ആളെ കൊണ്ട് ആദ്യമായിട്ട് സാധനം വാങ്ങിപ്പിക്കുക, ഇന്ന ആളെ കൊണ്ട് ആ മേശവലിപ്പിൽ ആദ്യമായിട്ട് കുറച്ച് പൈസ വെക്കാൻ പറയാ. ബർക്കത്ത് അള്ളാഹിന്റെ കിട്ടണ്ടേ? ഈ വിശുദ്ധമായ റമളാൻ മാസം അല്ലാഹു തആല ബർക്കത്ത് നിറച്ചു വെച്ച ഒരു മാസമാണ്. അതുകൊണ്ടാണ് ആ ഒരു മാസം വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷ വാർത്ത അറിയിച്ചു. വീടിന്റെ വരാന്തയിൽ മിഠായിക്കും വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ അടുത്തേക്ക് ബാപ്പ കൈ നിറയെ മിഠായി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ കുട്ടിന്റെ അമ്മ പറഞ്ഞ, മോളെ നോക്ക്, നോക്കിയപ്പതാ നിറയെ മിഠായി കൊണ്ടുവരുന്നേ. ആ കുട്ടിന്റെ സന്തോഷത്തിലേക്കാറല്ലേ? നമ്മളൊക്കെ കാത്തിരിക്കുക ഒരു റമളാനെ, കാത്തിരിക്കേണ്ടവരാണ് ഒരു റമളാനിനെ. കാരണം
നേരത്തെ പറഞ്ഞ നന്മയിൽ നിന്ന് നമ്മളെ പിഴപ്പിച്ചു കൊണ്ടുപോകുന്ന തിന്മകളുടെ വലിയ പെരുമഴ നടക്കുന്ന ഒരു കാലത്ത് എത്രയൊക്കെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോയി തെന്നിപ്പോയി വീണു പോകുന്ന ഒരു കാലത്ത് നമുക്കൊന്ന് മുറുകെ പിടിക്കാൻ, ഒന്ന് ഉറച്ചു നിൽക്കാൻ. അങ്ങനല്ലേ വട്ടം വലിയൊക്കെ വലിക്കുമ്പോഴേ വലിച്ചു കാലിങ്ങനെ അങ്ങനെ മറ്റവന്റെ വലിക്കനുസരിച്ച് അതിങ്ങനെ വഴുതി പോകുമ്പോ ഒന്ന് നമ്മുടെ കാലിന് ഒരു ഗ്രിപ്പ് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കൂലേ? അങ്ങനെ ഒരു ഗ്രിപ്പ് കിട്ടിയാൽ ഒന്ന് നിന്നിട്ട് ഒരാഞ്ഞു വലിക്ക് നമ്മൾ ശ്രമിക്കൂലേ? അങ്ങനെ ഈ ജീവിതം അങ്ങനെ പല കോലത്തിൽ സമ്പത്താവാ, സമൂഹമാവാ, ചുറ്റുപാടുകളാവാ, കാഴ്ചകളാവാ, കേൾവികളാവാ, ഒക്കെ നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തി വേണ്ടാത്തരങ്ങൾക്ക് പിന്നാലെ നമ്മളങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ മനസ്സിൽ വല്ല ആഗ്രഹമുണ്ട്, ഇതൊക്കെ ഒന്ന് നിർത്തണം, അവസാനിപ്പിക്കണം, നന്നാവണം, തിരിച്ചു നടക്കണം, വലിയ കൊതിയുണ്ട്, പക്ഷെ നിൽക്കാൻ കഴിയണ്ടേ, ഇവര് വലിക്കല്ലേ. അവിടെ ഒന്നാഞ്ഞ് ചവിട്ടി ഒന്ന് നിന്ന് ആ കയറൊന്ന് തോളത്തേക്കിട്ട് ഒന്നാഞ്ഞ് പിടിക്കണം. അങ്ങനെ പിടിക്കാൻ നമുക്ക് കരുത്ത് തരുന്ന ദിവസങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരിക. അതുകൊണ്ടാണ് റസൂല് സഹാബത്തിനോട് സന്തോഷത്തോടെ യുബശ്ശിറു എന്നാണ് പ്രവാചകൻ അവർക്ക് നിറഞ്ഞ മനസ്സോടെ, ആ തെളിഞ്ഞ മനസ്സോടെ, നല്ല മുഖത്തോടെ സന്തോഷ വാർത്ത അറിയിക്കുക. ഖദ് ജാഅക്കും ശഹ്റു റമളാൻ. ദാ നിങ്ങൾക്ക്, ആ പ്രയോഗം റമളാൻ മാസം വരുന്നുണ്ട് എന്നല്ല, ഖദ് ജാഅക്കും, നിങ്ങളിലേക്ക്, നിങ്ങൾക്ക് വേണ്ടി ഇതാ വരുന്നു റമളാൻ, ഷഹ്റുൻ മുബാറക്കുൻ. എന്താ അത്ര സന്തോഷിപ്പിക്കത്തക്ക ആ മാസത്തിൽ എന്താ ഉള്ളത്? ഒന്ന്, കതബല്ലാഹു അലൈക്കും സിയാമ. അതന്നെയാണ് ഒന്ന്. കതബല്ലാഹു അലൈക്കും സിയാമ. അല്ലാഹു ആ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അത്ര സന്തോഷമുള്ള കാര്യം. പകല് പട്ടിണി, പെരും ചൂടാണ്, പെരും വേനല വരുന്നത്, ഭയങ്കര ദാഹമുള്ള സീസണാണ്. ആ സമയത്ത് ഒരു നോമ്പാണ് നിർബന്ധമാക്കുക എന്ന് പറഞ്ഞാൽ അതത്ര സന്തോഷമുള്ള കാര്യം ആണ്. എന്താ സന്തോഷം കാര്യങ്ങൾ? അതുകൊണ്ട് കിട്ടുന്നൊരു ഗുണമുണ്ട്. ഇപ്പം നമുക്കൊരാൾക്ക് ഒരു മേജർ ഓപ്പറേഷൻ വേണം. അപ്പം ഡോക്ടർ വിളിച്ച് പറയണേ, അടുത്ത 16-ാം തീയതി നിങ്ങളുടെ ഓപ്പറേഷൻ നിശ്ചയിച്ചു കേട്ടോ, അതുകൊണ്ട് കിട്ടൂല എന്ന് വിചാരിച്ചതാണ്, പെട്ടെന്ന് ഡേറ്റ് കിട്ടിയതാണ്, 16-ാം തീയതിക്ക് ഒരുങ്ങിക്കോളി എന്ന് പറഞ്ഞാൽ ഒരു ഒരുക്കുണ്ട്. സന്തോഷത്തിൽ എന്തിനാണ് കീറി മുറിക്കാൻ പോവുക? ചിലപ്പോൾ തിരിച്ചു വരൂല, ആ പോക്കാ പോണേ. എന്നിട്ട് എന്താ ഒരുക്കെന്നറിയോ? ഓപ്പറേഷൻ പറഞ്ഞാൽ അത്ര ചൊറുക്കുള്ള സംഗതി അല്ലല്ലോ. പക്ഷേ ആ ഓപ്പറേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു നേട്ടത്തെക്കുറിച്ച്, ഒരു ഭാവിയെക്കുറിച്ച്, സുഖമായ ജീവിതത്തെക്കുറിച്ച് ഒരു സങ്കല്പം നമുക്ക്. അതുകൊണ്ടാണ് ആ ഓപ്പറേഷൻ പറഞ്ഞാൽ എന്താ? ബോധം കെടുത്തി തിയേറ്ററിൽ കൊണ്ടുപോയി അവിടെ കീറി, ഇവിടെ മുറിച്ച്, അവിടെ കീറി. പക്ഷെ നമ്മൾ ഡോക്ടർ ഓപ്പറേഷന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ, 16-ാം തീയതിയാണ്, ഞാൻ നാളെ പോകട്ടോ, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എന്താ ആ സന്തോഷത്തിന്റെ കാരണം? അതാ റമളാൻ നോമ്പ്. ഇത്തിരി ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ പ്രയാസ, പക്ഷേ ആ നോമ്പ് കൊണ്ട് കിട്ടുന്ന ഗുണമുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ. ഒരു ദിവസം ഒറ്റ ദിവസം ശരിക്കും കേടില്ലാത്ത ഒരൊറ്റ നോമ്പുകൾ നോറ്റാൽ നരകത്തിൽ നിന്ന് നിങ്ങളെ 70 കൊല്ലത്തെ യാത്രാ ദൂരം, 70 ഖരീഫുന. ഖരീഫ് എന്ന വാക്കിന് ഒരുപാട് വ്യാഖ്യാനമുണ്ട്. 70 മൈലാണ്, അല്ല 70 കൊല്ലത്തെ യാത്രാ ദൂരമാണ്, എന്തോ ആവട്ടെ, വലിയ ഒരു ദൂരം ഒരൊറ്റ നോമ്പ്. നോമ്പല്ലാത്തൊന്നും നോൽക്കാലോ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും, അറബി മാസം 13, 14, 15 നോൽക്കുക. നിങ്ങൾ നോൽക്കലുണ്ടോ? ആരാ നോൽക്കൽ? പക്ഷേ റമളാൻ മാസം നമ്മൾ നോൽക്കും. എന്താ കാരണം? പടച്ചോൻ നിർബന്ധിച്ചതാ. വായിക്കാൻ മടിയുള്ള കുട്ടിനോടെ ബാപ്പ പറഞ്ഞതാ, ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ റൂമിലിരുന്ന് വായിച്ചോളണം, പുറത്തിറങ്ങാൻ പാടില്ല. പെട്ടെന്ന് ദേഷ്യം കയറും. പക്ഷെ റിസൾട്ട് വരുമ്പോണ്ടല്ലോ, അപ്പൊ ബാപ്പ പറഞ്ഞതിന്റെ സന്തോഷം എപ്പോഴാണ് മനസ്സിലാവുക? ആ ഇരുന്നോണ്ട് കാര്യം കിട്ടിയറി അല്ലേ? ഇവിടെ അല്ലാഹു ആണ് നിർബന്ധാക്കി. എന്താ നിർബന്ധാക്കിയ? നോമ്പേ. എന്താ നിങ്ങൾ ഒരു നോമ്പ് കാര്യബോധത്തോടെ, ഗൗരവത്തോടെ, പിഴവില്ലാതെ, ശ്രദ്ധയോടെ ഒരു നോമ്പ് നോറ്റാൽ അതിന്റെ ഫലത്ര നിങ്ങള് നോമ്പ് അത്ഭുത. നോമ്പൊരു അത്ഭുത. അതിന്റെ പരലോകത്തെ ഗുണം അതിലേറെ അത്ഭുത. ഈ നോമ്പൊറ്റാലേ ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നാൽ, ഈ ഉച്ചയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ വായക്കൊക്കെ ഒരു ദുർഗന്ധല്ലേ? വർത്താനം പറയുമ്പോൾ എങ്ങനെ പറയാം?
സ്വകാര്യം പറയുമ്പോൾ അങ്ങനെ വിട്ടുന്ന് കണ്ട പറയാം. എന്താ നിങ്ങൾ ഒരു ദുർഗന്ധ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, നോമ്പുകാരൻ്റെ വായയുടെ ദുർഗന്ധം ഉണ്ടല്ലോ, ആ ദുർഗന്ധത്തെ നാളെ പടച്ചോൻ പരലോകത്ത് കസ്തൂരിയുടെ ഗന്ധമാക്കി മാറ്റുന്നു. എന്ന് പറഞ്ഞാൽ ഒരു നോമ്പുകാരൻ എന്തൊരു പ്രയാസം അനുഭവിക്കുന്നോ ആ പ്രയാസത്തിന് അവനെ കാത്തിരിക്കുന്നത് അനിർവചനീയമായ കൂലി. അതുകൊണ്ടാണ് നോമ്പ് നിർബന്ധാക്കിയത്. അതൊരു സന്തോഷ വാർത്ത എന്നതുകൊണ്ടാണ്. മാത്രല്ല തീർന്നില്ല. ഫീഹി തുഫ്തഹു ഫീ അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകളൊക്കെ തുറന്നിടും. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള മനുഷ്യന്റെ അവന്റെ സ്വർഗത്തിലേക്കുള്ള സഞ്ചാരത്തെ എളുപ്പമാക്കാൻ അതിനാവശ്യമായ സൗകര്യം. നമുക്കറിയില്ലേ, നരകത്തിന്റെ വാതിൽ പടച്ചോൻ അടച്ചിടും, പിശാചുക്കളെ കെട്ടിടും അല്ലേ. ഒരു പിരിവൊക്കെ എടുക്കാൻ വരുമ്പോൾ ആൾക്കാർ പറയും, നിൽക്കി റമദാൻ മാസത്തിൽ പിരിക്കാം. എന്താ നിങ്ങൾ ഇന്ന് 10 ഉറുപ്യ കൊടുക്കണം, റമദാനിൽ 100 ഉറുപ്യ കൊടുക്കും. ഓനത്ത് തോന ഉണ്ടായിട്ടല്ല, അതുകൊണ്ട് മനസ്സിന്റെ മാറ്റാം. ഇന്നിപ്പോ ളുഹ്റിസ്കരിക്കാൻ 3 സഫുണ്ടെങ്കിൽ റമദാൻ ആണെങ്കിൽ അത് 8, 9, 10 ഉണ്ടാവും. യശാ നിസ്കാരത്തിന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് വരാത്തവരും റമദാൻ മാസത്തിൽ ഉണ്ടാവും. യശാക്ക് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ മടിച്ച് മടങ്ങി പോകുന്നവനും റമദാൻ മാസം വന്നാൽ 11 റക്അത്ത് തറാവീഹ് നിസ്കരിക്കും. ആ മാറ്റം വെറുതെ ഉണ്ടാകില്ല, അള്ളാഹ് ഉണ്ടാക്കുന്ന മാറ്റം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഗുണങ്ങളാണത്. അതുകൊണ്ടാണ് ഷഹ്റുൻ മുബാറക് എന്ന് പറഞ്ഞത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ അനുഗ്രഹം വിശുദ്ധ റമദാൻ കടന്നു വരികയാണ്. അടുത്ത വെള്ളിയാഴ്ച റമദാനിൻ്റെ തൊട്ട് മുമ്പത്തെ മാസമായ ശഅബാൻ 29 വെള്ളിയാഴ്ച മാസപ്പിറവി കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. മാസപ്പിറവി കണ്ടാൽ ശനിയാഴ്ച, നാളെയല്ല അടുത്ത ശനിയാഴ്ച റമദാൻ 1 ആകും. അഥവാ വെള്ളിയാഴ്ച മാസപ്പിറവി കണ്ടിട്ടില്ലെങ്കിൽ ശനിയാഴ്ച ശഅബാൻ 30 പൂർത്തിയാക്കി ഞായറാഴ്ച 1 ആകും. 2 ആയിരുന്നാലും മാസപ്പിറവിക്ക് വേണ്ടിയും അതിൻ്റെ അറിയിപ്പുകൾക്ക് വേണ്ടിയും നമ്മൾ കാത്തിരിക്കണം. പക്ഷേ കാത്തിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു നല്ല തീരുമാനമെടുക്കുക. ഒരനുഗ്രഹമായി, ഒരു ബർക്കത്തായി പടച്ച റബ്ബ് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തന്ന, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞ റമദാനിൽ ഉണ്ടായ കുറേ മുഖങ്ങൾ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. കഴിഞ്ഞ റമദാനിൽ ഈ തൂണുകളിലും ഈ ചുവരിലുമൊക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന കുറേ കണ്ണുകൾ ഇപ്പോൾ കാണാനില്ല. അവർ പോയിട്ടുണ്ട്, കണക്കുകൾ തീർത്ത്. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ റമദാൻ ഒരു കിട്ടല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് 2 ആളുകൾ ഒരേ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു, 2 ചെറുപ്പക്കാരും. പിന്നീട് അവർ ഇസ്ലാമിക മാർഗത്തിൽ പ്രവർത്തനങ്ങൾക്ക് അവരുടേതായ വഴിക്ക് സഞ്ചരിച്ചു. ഒരാള് അടുത്ത വർഷത്തിൽ ഇസ്ലാമിന് വേണ്ടിയുള്ള ഒരു യുദ്ധത്തിൽ അയാൾ രക്തസാക്ഷിയായി, ഷഹീദായി. രണ്ടാമത്തെ ആള് പിന്നെയും 1 വർഷം കൂടി ജീവിച്ചു. അയാൾ രോഗം ബാധിച്ച് അയാൾ കിടക്കയിൽ കടന്ന്, രോഗശയ്യയിൽ കടന്ന് അയാൾ മരിച്ചു. ഈ 2 ആളുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഈ 2-ൽ ആരായിരിക്കും ആദ്യം സ്വർഗത്തിലെത്തുക? സഹാബത്ത് നേർക്കുനേരെ മറുപടി പറഞ്ഞു, ആദ്യം മരിച്ച അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ അയാളായിരിക്കും ആദ്യം സ്വർഗത്തിലെത്തുക. മറ്റേയാള് സാധാരണ മരണല്ലേ, പിന്നെ 1 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ. പ്രവാചകൻ അവരെ തിരുത്തി, അല്ല, ആദ്യത്തെ ആളല്ല, രണ്ടാമത് മരിച്ചയാളാണ് ആദ്യം സ്വർഗത്തിലെത്തിയത്. കാരണം ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത്, ആദ്യം മരിച്ചവനേക്കാൾ 1 റമദാൻ മാസം അവന് കൂടുതൽ കിട്ടി, അതവനെ ആദ്യം സ്വർഗത്തിലെത്തിച്ചു. ജീവിതത്തിൽ എത്ര റമദാൻ കിട്ടിയവരുണ്ട് ഈ കൂട്ടത്തിലൊക്കെ? 40, 50, 55, 60 ഒക്കെ റമദാൻ കിട്ടിയ ആൾക്കാരുണ്ടാവും. ഒരു മനുഷ്യന്റെ ഭാഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, അള്ളാഹു ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് 1, ആയുസ് കൂട്ടിക്കൊടുക്കുകയും ആ ആയുസ്സിലൂടെനീളം അള്ളാഹുവിനെ ആരാധിക്കാൻ അവസരം കൊടുക്കുകയും ചെയ്യുക എന്നത്. അത് അള്ളാഹ് കൊടുക്കുന്ന വലിയൊരു അനുഗ്രഹം. വെറുതെ വയസ്സ് കൂട്ടി കിട്ടല്ല, ഓരോ വയസ്സ് കൂടി പോകുന്നുണ്ട്, ആ വയസ്സിന്റെ കൂടെ അവൻ ആരാധനയിലൂടെ സഞ്ചരിക്കാനും പറ്റുന്നുണ്ട്. അത് അള്ളാഹിന്റെ നിയമത്താണ്. അപ്പോൾ ഒരു റമദാൻ മാസം വരികയാണ്, തയ്യാറെടുക്കുക. മാനസികമായിട്ട്, ശാരീരികമായിട്ട്, മറ്റുള്ള ചുറ്റുപാടുകളൊക്കെ ക്രമീകരിക്കുക. അടുത്ത റമദാനിന്
നമ്മൾ ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരുപക്ഷെ അവസാനത്തെ റമദാനാവാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ മാനസികമായ ചില തീരുമാനങ്ങൾ എടുക്കുക. എൻ്റെ റമദാൻ എങ്ങനെയൊക്കെ ആവണം, എങ്ങനെയാവും, അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ നടത്തി അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ